സാം എന്നൊരാൾ ജയിലിൽ കഴിയുകയായിരുന്നു. അവിടെ ഭക്ഷണം കൊടുക്കുമ്പോൾ സാം മനഃപൂർവ്വം ധാരാളം വെള്ളം കുടിക്കും. വയറ് നിറഞ്ഞാൽ ഉടൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങും. ഛർദ്ദിക്കാൻ തോന്നിയാൽ ശ്രദ്ധ മാറ്റാനായി രഹസ്യമായി പുഷപ്പുകൾ എടുക്കും. വാർഡൻ പരിശോധിക്കാൻ വരുമ്പോൾ സാം ഛർദ്ദിക്കുന്നതായി അഭിനയിക്കും. ജയിലിലെ ദിനചര്യയ്ക്ക് തടസ്സമുണ്ടാക്കാതിരിക്കാൻ വാർഡൻ 2 കാവൽക്കാരോട് സാമിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പറയും. ഇതെല്ലാം സാമിന്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു. ആശുപത്രിയിലെ കട്ടിലിൽ കിടന്നയുടൻ സാം വയറുവേദന അഭിനയിച്ചു. സംശയിക്കാതെ മെഡിക്കൽ സ്റ്റാഫ് സാമിനൊപ്പം ഒരു ക്ലീനറെ വാഷ്റൂമിലേക്ക് അയച്ചു. അതൊരു കെണിയാണെന്ന് അവർ അറിഞ്ഞില്ല. വാഷ്റൂമിലെത്തിയപ്പോൾ ക്ലീനർ വാതിൽ അകത്തുനിന്ന് അടച്ചുപിടിച്ചു. സാം ടോയ്ലറ്റിന് പിന്നിൽ ഒളിപ്പിച്ച ഒരു ഇരുമ്പ് പെട്ടി തുറന്നു. അവിടെ ഒളിപ്പിച്ച ഒരു ഉപകരണമെടുത്ത് ഇരുവരും പൈപ്പുകളിലൂടെ പുറത്തേക്ക് ഇഴഞ്ഞു. പുറത്തിറങ്ങിയ ശേഷം ആരും സംശയിക്കാതിരിക്കാൻ അവർ പെട്ടി പഴയതുപോലെ അടച്ചു. അവർ നേരെ സ്റ്റോറേജ് റൂമിലേക്ക് പോയി. അവിടെ അവർ ഒരു മനുഷ്യന്റെ വലുപ്പമുള്ള മരം കൊണ്ടുള്ള ട്രേ തയ്യാറാക്കിയിരുന്നു. ആ ട്രേ ഒരു ജയിൽ ട്രക്കിന് താഴെ ഘടിപ്പിച്ച് അതിനുള്ളിൽ ഒളിച്ചു. രക്ഷപ്പെടൽ എളുപ്പമാകുമെന്ന് അവർ കരുതി. പക്ഷേ അപ്രതീക്ഷിതമായി ഒരു കാവൽക്കാരൻ പതിവ് പരിശോധനയ്ക്കെത്തി. അയാൾ എല്ലായിടത്തും നോക്കിയെങ്കിലും ഒളിപ്പിച്ച ട്രേയെക്കുറിച്ച് അറിഞ്ഞില്ല. ട്രക്ക് ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയപ്പോൾ അവർ പുറത്തിറങ്ങി അടുത്തുള്ള ഒരു ഫോർഡ് മസ്താങ്ങിൽ രക്ഷപ്പെട്ടു. ഇതൊരു സാധാരണ ജയിൽ ചാട്ടമായിരുന്നില്ല. യഥാർത്ഥ കഥ അപ്പോൾ മാത്രമാണ് തുടങ്ങുന്നത്. ആദ്യം അവർ ഒരു പ്രത്യേക ബോംബ് ഉപയോഗിച്ച് സിഗ്നൽ സ്റ്റേഷൻ നശിപ്പിച്ചു. അങ്ങനെ ആരും ശ്രദ്ധിക്കാതെ റേസ് ട്രാക്കിലെ ഭൂഗർഭ നിലവറ കൊള്ളയടിക്കാൻ അവർക്ക് കഴിഞ്ഞു. ആളുകൾ അതൊരു നെറ്റ്വർക്ക് പ്രശ്നമാണെന്ന് കരുതി പണമുപയോഗിച്ച് വാതുവെപ്പ് ആരംഭിച്ചു. അതേസമയം സാമിന് ജയിലിലേക്ക് മടങ്ങിവരാൻ സമയം നൽകാനായി സാമിന്റെ കൂട്ടുകാർ ജയിലിനുള്ളിൽ ഒരു കലാപം ആരംഭിച്ചു. അതെ, സാമിന്റെ അസാന്നിധ്യം ആരും ശ്രദ്ധിക്കാതെ അയാൾക്ക് രഹസ്യമായി ജയിലിലേക്ക് മടങ്ങേണ്ടതുണ്ടായിരുന്നു. പുറത്തുള്ള സ്വാറ്റ് ടീമിനെ തടയാൻ അവർ 3 ജയിൽ കാവൽക്കാരെ ബന്ദികളാക്കി. ക്യാപ്റ്റന് വിവരം ലഭിച്ചയുടൻ അയാൾ അലാറം മുഴക്കി. വാർഡൻ എല്ലാ ഗേറ്റുകളും വഴികളും അടയ്ക്കാൻ ഉത്തരവിട്ടു. എന്നാൽ അതായിരുന്നു അവരുടെ യഥാർത്ഥ പദ്ധതി. അവർ അലുമിനിയം ഫോയിലും ട്രേകളും ഉപയോഗിച്ച് ജനലുകൾ അടച്ചു. ക്യാമറകളിൽ നിലക്കടല വെണ്ണ, പീനട്ട് ബട്ടർ പുരട്ടി. വാർഡന് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകും മുൻപ് എല്ലാം പൂർത്തിയായി. അതേസമയം സാം അടുത്ത ഘട്ടത്തിന് തയ്യാറായിരുന്നു. ഈ തവണ മോഷണത്തിൽ സഹായിച്ചത് പാറ്റകളായിരുന്നു.